എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സാധേനയാണ്. നിനക്കിന്ന് ഡേ ഓഫ് ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? ആൾറെഡി നീ ഒരുപാടധികം വീക്കാണ്. ഇതുപോലെ ഓഫർ കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിനക്ക് പോയിന്റ്സ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് സാസ. ആ പോയിന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ ആദ്യത്തെ മിഷൻ വളരെ നന്നായിട്ട് ചെയ്തു തീർത്തത് കൊണ്ട് വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്നും ഗോൾഡൻ സ്റ്റാർ ഞങ്ങൾക്ക് കിട്ടി എന്ന് വളരെയധികം സന്തോഷത്തോടെ പറയുവാണ് ആസ്ത. ഇത് കേട്ട് സാധയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹേയ്, നിങ്ങൾ പറയുന്നൊക്കെ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ല, മനസ്സിലായല്ലോ എന്ന് സെക്കെ അവനോട് പറയുന്നു. ഇതേ സമയമാണ് ഒരു അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പണപ്പൊതി ഒരു കള്ളൻ എടുത്തുകൊണ്ട് ഓടുന്നത്. ഹേയ് കള്ളൻ, കള്ളൻ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, ഹേ കള്ളൻ. ഇത് കേട്ടത് വാസ്ത പെട്ടെന്ന് തന്നെ കള്ളന്റെ പുറകെ തന്നെ ഓടുന്നു. ഇതേ സമയം ആ കള്ളനാണെങ്കിൽ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരു ക്ലൗഡിന്റെ മുകളിൽ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഹേയ്, നമ്മളെ പോലെയുള്ള മാജിക് നൈറ്റ്സ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കുന്നോടാ, ആരാവൻ എന്ന് ചിന്തിക്കുവാണ് നോയൽ. ഏയ് നോയൽ, മാജിക് നൈറ്റിനെ നീ അങ്ങനെ കുറച്ച് കാണല്ലേ, ഇത് അവൻ നോക്കിക്കോളും, അവനുള്ളതേ ഉള്ളൂ എന്ന് പറയുവാണ് വെനസ. ഹേയ് ആസ്ത, എല്ലാ നല്ല പേരും നീ തന്നെ ഒറ്റയ്ക്ക് മേടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാവനെ ആദ്യം പിടിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സെക്കെ ഷൂട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു അവൻ വളരെ വിയർഡായിട്ടുള്ള ഒരു വണ്ടി അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഹേ ലേഡീസ്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സാസ കള്ളന്റെ പുറകെ ഓടുന്നു. ഹേയ് നിൽക്കടാ അവിടെ, അത് മര്യാദയ്ക്ക് തന്നിട്ട് പോടാ എന്ന് വിളിച്ചു പറയുവാണ് ആസ്ത. നിന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ശരി, നീ നിന്നെ കൊണ്ട് പറ്റുന്നത് ചെയ് എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ആ കള്ളൻ. എന്ന എത്രയൊക്കെ സ്പീഡിൽ പോയിട്ടും ആ കള്ളന്റെ പുറകെ തന്നെ വരുവാണ് ആസ്ത. എത്ര വേഗത്തിൽ പോയാലും ഇവൻ എങ്ങനെ എന്റെ പുറകെ തന്നെ വരുന്നേ എന്ന് പറഞ്ഞ ആ കള്ളൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈക്കോൽ കൊനയിൽ അവൻ ചെന്ന് ഇടിക്കുന്നത്. സോ ആസ്തയുടെ കാലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ മുകളിലൂടെ പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ ആസ്ത എന്ന സുമ്മാവാ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ചാടി കയറി അവന്റെ പുറകെ തന്നെ ഓടുന്നു. എന്ത് ചെയ്താലാ ഇനി ഇവന്റെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞവൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആസ്ത തന്റെ സോഡ് പുറത്തോട്ട് എടുക്കുന്നത്. അത് വെച്ച് എന്റെ ഈ ക്ലൗഡിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചതും ആസ്ത അതെടുത്ത് അവന് നേരെ എറിയുന്നു. സോ അവൻ പോലും പ്രതീക്ഷിക്കാതെ അത് രണ്ടായി മുറിഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ താഴെ വീഴുന്നു. എന്നാൽ വളരെ സേഫ് ആയിട്ട് താഴെ ഇറങ്ങി അവന്റെ പുറകെ തന്നെ വരുവാണ് ആസ്ത. പക്ഷേ ജസ്റ്റ് മിസ്സിന് ആസ്റ്റയുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോകുന്നു. ഇതേ സമയമാണ് അവന്റെ പുറകെ ഓടുന്ന സാസയെ അവൻ കാണുന്നത്. എന്ത് ഇവനോ? ഈ മിഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ് സാസ കള്ളന്റെ പുറകെ വളരെ വേഗത്തിൽ പോകുന്നു. ഹേയ്, ഇത് ശരിക്കും കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് എക്സൈറ്റ് ആവുകയാണ് ആസ്ത. ഇതേ സമയം വളരെ വേഗത്തിൽ പോയ സാസ കള്ളനെ ഒറ്റയിടി അങ്ങിടിക്കുന്നു. എന്റെ കയ്യിൽ നിന്നും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ എന്നും പറഞ്ഞ് വിജയശ്രീ ലാളിതനായിട്ടുള്ള അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ ആ കള്ളനൊരു കത്തിയെടുത്ത് അവന്റെ കാലിലോട്ട് കുത്തുന്നു. ഹേയ്, നീ എന്താ ചെയ്തേ? നീ ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ എന്റെ ഒരു കണ്ണ് പോവാണെങ്കിൽ നിന്റെ രണ്ട് കണ്ണും പോവണോടാ. അപ്പോഴാണ് സാസയ്ക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ആ നൈഫിൽ പോയിസൺ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് സാസ താഴെ കിടക്കുന്നു. ഹേയ്, എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനായി ഓടി വരുവാണ് ആസ്ത. എന്റെ കാല്, അയ്യോ, ആ കള്ളൻ എന്റെ കാലിൽ വിഷം കുത്തി വെച്ചടാ. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ, ഞാനിപ്പോ ചാവേ. അയ്യോ വെള്ളം, ഞാൻ ശരിക്കും മരിക്കാൻ പോവാണോ? എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതെനിക്ക് ഇവനോട് പറയണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ എന്നാലും ആസ്ത, നീയാണ് അന്ന് എന്നെ തോൽപ്പിച്ചത്. നീ ഒരു പക്ഷേ എന്നെക്കാൾ ഒരുപാട് മുമ്പിലോട്ട് പോയി കാണും. പക്ഷെ ഇതിങ്ങനെ ഒന്ന് അവസാനിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ആഗ്രഹിച്ച എന്റെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പോലെ തന്നെ ഇതുപോലൊരു സിറ്റുവേഷനിൽ എന്റെ ജീവൻ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹേയ്, എന്തു പറ്റി? എഴുന്നേക്ക്, ഹലോ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് സാസയെ വിളിച്ചോണ്ടിരിക്കുവാണ് ആസ്ത. പെട്ടെന്നാണ് ആസ്ത അവനെ മണ്ടക്കിട്ടൊന്ന് കൊടുക്കുന്നത്. ഡേയ് എഴുന്നേക്കടാ. ഡേയ്, നീ എന്തേ ചെയ്യുന്നേ? സമാധാനായിട്ട് മരിക്കാനും സമ്മതിക്കില്ലേ? ഡേയ്, ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നീ ഒരിക്കലും മരിക്കാൻ പാടില്ല. ജീവനോടെ എഴുന്ന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ നേടിയെടുക്കണം. ഒരിക്കലും നീ തോറ്റു കൊടുക്കരുത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയാണ് ആസ്ത. ഇതേ സമയമാണ് വെനസ അങ്ങോട്ട് വരുന്നത്. സത്യം പറയുവാണെങ്കിൽ ഈ പോയിസൺ നിന്നെ കൊല്ലത്തൊന്നുമില്ല, കുറച്ചു നേരത്തേക്ക് ഒന്ന് മയക്കി കിടത്തും. ഈ ഓയിൽമെന്റ് തേച്ചാ പെട്ടെന്ന് എന്നെ മാറും എന്ന് പറഞ്ഞത് തേച്ചു കൊടുക്കുകയാണ് വെനസ. സോ പിന്നീട് നമ്മൾ കാണുന്നത് സാസ കള്ളനെയും കെട്ടിയിട്ട് തന്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നതാണ്. ഹേയ്, അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്ന സമയത്ത് നീ എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കെ എന്ന് ആസ്തയോട് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. അവനേക്കാൾ ഇവൻ ചെറുതാണെങ്കിലും ഇവൻ ഒരുപാടധികം സ്ട്രോങ് ആണ് എന്ന് അവനെ നോക്കി ചിന്തിക്കുകയാണ് വെനസ. സോ ആ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ബാഗ് അവർക്ക് തന്നെ അവർ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇനി ഇത് മിസ്സാകാതെ നോക്കണേ, നന്നായിട്ട് എന്നെ വീട്ടിലോട്ട് പോ എന്ന് പറഞ്ഞ ആസ്തയും മറ്റുള്ളവരും അവിടെ നിന്നും പോകുന്നു. ഹോ, മേജിക് തന്നെ ഇവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലേ? എന്റെ ലൈഫില് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു മേജിക് കണ്ടിട്ടില്ല. ആക്ച്വലി
ഇത് മാജിക്കിൽ ഉൾപ്പെട്ടതാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. യാമി ഇതുപോലെയുള്ള പുതിയ മെമ്പേഴ്സിനെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ അമ്മുമ്മ രൂപം മാറി ഒരു പുരുഷനായിട്ട് മാറുന്നു. ആക്ച്വലി ഇതാണ് അവരുടെ ശരിക്കുള്ള രൂപം. പെട്ടെന്ന് വീഡിയോ കോൾ പോലെ അങ്ങോട്ടൊരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഹേയ്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? നിങ്ങളെയാണ് ഇത്രയും നേരമായിട്ട് ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അത് വേറെ ആരുമല്ല, സാക്ഷാൽ വിസാർഡ് കിങ് ആയിരുന്നു. പാലസിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വന്നത് പുതിയ മാജിക്കിനെ പറ്റി അറിയാൻ വേണ്ടിട്ടാ. അത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു എന്ന് വിസാർഡ് കിങ് പറയുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും അധികം ഇറങ്ങി വന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് അറിയാവല്ലോ. ഹേയ് മാർക്സ്, നീ എന്നെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും എന്ന് പറയാണ് വിസാർഡ് കിങ്. ഇതേ സമയമാണ് ആകാശത്തിലൂടെ പറന്നു പോകുന്ന യൂനോനെ അവർ കാണുന്നത്. ഹേയ്, ഇതാ പുതിയ പയ്യനല്ലേ, വില്യം സ്കോഡിലെ. എന്തായാലും ഇത് നല്ലൊരു ടൈമിംഗാ. ഒരു പുതിയ മാജിക് കൂടി പരിചയപ്പെടാൻ ഒരവസരം കൂടി കിട്ടി. ഹേയ് വേണ്ട സാർ, അങ്ങനെ ചെയ്യല്ലേ എന്ന് മാർക്സ് പറയുന്ന സമയത്ത് തന്നെ വിസാർഡ് കിങ് അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സെലീമിനെ സേഫായിട്ട് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന യൂനോനെയും ലൂണറ്റ്സിനെയും പിന്നെ ഒരു ലേഡിയെയാണ്. ഇവൾ ഇത് റോയൽ മെമോസ വെർമിലിയൻ, സോ നോബൽ കോൺഗ്രസ്മാൻ ആയിട്ടുള്ള ഹാപ്ചാസിന്റെ പയ്യനാണ് ഈ സെലീം. അവരിപ്പോ പോകുന്നത് ഹോട്ട് കിങ്ഡത്തിലോട്ടാണ്. സോ യൂനോയുമായിട്ടുള്ള മത്സരത്തിൽ അവൻ പരാജയപ്പെട്ടതുകൊണ്ട് ഒരുപാട് പേർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവന്റെ മാജിക് പവർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹോട്ട് കിങ്ഡത്തിലോട്ടാണ് അവനെ അയക്കുന്നത്. അവിടെയുള്ള മാജിക് നൈറ്റ്സിന്റെ കയ്യിൽ നിന്നും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അവനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. ഈ ആപ്ഷാസ് കുടുംബത്തിൽ ഒരുപാട് മാജിക് പവർ ഉള്ള ആളുകളുണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെ അങ്ങോട്ട് അയക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. അവരെക്കാൾ ഈ മെമ്പേഴ്സ് അവനെ ഗാർഡ് ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് അവർ വിചാരിക്കുന്നു. മാത്രമല്ല മാജിക് നൈറ്റ്സിന് ആനുവൽ ഡൊണേഷൻ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഗവൺമെന്റ് ഒഫീഷ്യൽസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തല്ലേ പറ്റൂ. സോ സെലീമിനെ എസ്കോട്ട് ആയിട്ട് യൂനോയും മിമോസയും കൂടെ കൊണ്ടുപോകാൻ വില്യം പറയുന്നു. യൂനോയുടെ കൂടെ മത്സരിച്ച് പരാജയപ്പെട്ട സെലീമിനെ എസ്കോട്ടായിട്ട് യൂനോയെ തന്നെ എന്തിനായിരിക്കും പറഞ്ഞു വിട്ടത് എന്ന് ചിന്തിക്കുകയാണ് ലൂണറ്റ്സ്. ഹേ യൂനോ, എന്തു പറ്റി? നിന്റെ മുഖത്താകെ പേടിയാണല്ലോ. അതിന് കാരണം ഞാനാണോ? എന്നാ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിന്നെ തന്നെ എന്റെ എസ്കോട്ടിന് വേണ്ടി പറഞ്ഞുവിടാൻ ഞാൻ എന്തിനാ ആവശ്യപ്പെട്ടെന്നറിയോ? അത് നിന്നോടൊരു സോറി ചോദിക്കാൻ വേണ്ടിട്ടാ. ഒരു ദിവസം വിസാർഡ് കിങ് ആവണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നേ എന്ന് സെലീം അവനോട് ചോദിക്കുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ പെർഫോമൻസ് കണ്ട് എല്ലാ സ്ക്വാഡ് മെമ്പേഴ്സും കൈ ഉയർത്തി. അതിൽ ആരെ വേണമെങ്കിലും നിനക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുത്തത് ഗോൾഡൻ ഡൗൺ ക്ലാനിലാണ്. സോ തീർച്ചയായിട്ടും നിന്റെ വിഷൻ അതാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ആഗ്രഹം പോലെ തീർച്ചയായിട്ടും ഒരു ദിവസം നീ വിസാർഡ് കിങ് ആയിട്ട് മാറും. നിനക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യുനോ ദി ഫോർ ലീവ്സ് ക്ലോവർ ഗ്ലിംവോർ കേൾക്കാൻ തന്നെ വേറെ ലെവലായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കുണ്ടാവുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയും, ഒരു കാലത്ത് വിസാർഡ് കിങ്ങിന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്തുവെന്ന്. വാവ് ഡാഡി, നിങ്ങൾ വേറെ ലെവലാണ് എന്ന് എന്റെ കുട്ടികൾ എന്നോട് പറയും. ഹോട്ട് കിങ്ഡത്തിലോട്ട് പോവാൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളെ പറ്റി എന്നോട് പറയാം എന്ന് സെലിം യൂനോയോട് പറയുന്നു. ഹാജ് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. അവിടെയുള്ള ഒരു ചെറിയ ചർച്ചിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എന്ന് യൂനോ അവരോട് പറയുന്നു. ഹാജ് എന്ന വില്ലേജ് അല്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരുപാട് ദൂരെയാണല്ലേ? അവിടെ വെച്ചല്ലേ നമ്മുടെ ആദ്യത്തെ വിസാർഡ് കിങ് ഒരു വലിയ ഡീമണെ ഇല്ലാതാക്കിയത്? പിന്നീട് അത് ഒരു ലെജൻഡറി സ്റ്റോറി ആയിട്ട് മാറിയല്ലേ? ഹേയ്, അത് ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമല്ല, ഇപ്പൊ പോലും ആ വലിയ മോൺസ്റ്ററിന്റെ സ്കെലിട്ടൻ അവിടെ തന്നെയുണ്ട് എന്ന് യൂൻ അവരോട് പറയുന്നു. എനിക്ക് പറയാൻ പേരൻസ് ഒന്നുമില്ല. എന്റെ അച്ഛൻ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല. ചെറുപ്പത്തിൽ എന്നെ ആ ചർച്ചിന് മുമ്പിൽ ഉപേക്ഷിച്ചു. അവിടെയുള്ള പ്രീസ്റ്റും ഞണ്ണും ഒക്കെയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ഇതേ സമയമാണ് ലൂണറ്റ്സ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഹാപ്ഷാസ് കുടുംബത്തിലുള്ള ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ മാജിക് എല്ലാം അറിയാമല്ലോ, പിന്നെന്തിനാ ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങളെ എസ്കോട്ടായിട്ട് പറഞ്ഞു വിടുന്നേ? ശരിക്കും ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എസ്കോട്ടായിട്ട് ഇനിയും ആളുകളെ പറഞ്ഞു വിടേണ്ടതല്ലേ? എനിക്കെന്തോ ഇത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു എന്ന് ചിന്തിക്കുകയാണ് ലൂണറ്റ്സ്. ഇതേ സമയമാണ് മെമോസ് ആ കാര്യം കാണുന്നത്. അവർക്ക് മുമ്പിൽ അതാ വലിയൊരു കാർമേഘം. അത് കണ്ട് അവർക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ശരി, ഞാൻ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് യൂൻ അതിന്റെ അടുത്തോട്ട് പോകുന്നു. പെട്ടെന്നാണ് അതിനകത്തുനിന്ന് ഒരുപാട് ഫയർ ബോൾസ് യൂനോക്ക് നേരെ വരുന്നത്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി യൂനോക്ക് അവിടെ നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അതിനകത്തുനിന്നും കുറച്ചു പേർ വരുന്നത്. ഫയർ മാജിക്കും ക്രിസ്റ്റൽ മാജിക്കും ഉപയോഗിച്ച് യൂനോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇതേ സമയം യൂനോ തന്റെ ബ്രൂമിൽ നിന്നും താഴോട്ട് വീഴുന്നു. അവനെ അറ്റാക്ക് ചെയ്യാൻ ശത്രുക്കൾ അവന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന യൂനോ പെട്ടെന്ന് തന്റെ ബേർഡിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് അവരെല്ലാവരും ഒരുമിച്ച് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ലൂണറ്റ്സ് അവരുടെ കഴുത്തിൽ കിടക്കുന്ന ആ നെക്ലസ് ശ്രദ്ധിക്കുന്നത്. യൂനോയുടെ കയ്യിൽ നിന്നും അടികൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അപ്പൊ അവർ സെലീമിന് വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ എന്ന് ചിന്തിക്കുവാണ് ലൂണറ്റ്സ്. സോ അങ്ങനെ അവരെല്ലാവരും താഴോട്ട് ഇറങ്ങുന്നു. ഹേയ്, ഒരുപാട് നന്ദിയുണ്ട്, നീ എന്റെ ജീവൻ രക്ഷിച്ചു. അവസാനം ഞാൻ ഇടപെടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല എന്ന് സെലീം അവനോട് പറയുന്നു. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നീ പറഞ്ഞ നിന്റെ ഗ്രാമത്തിലോട്ട് എന്തുകൊണ്ട് നമുക്ക് പോയിക്കൂടാ? നമ്മൾ പോകുന്ന വഴിയിലായതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി എല്ലാവരെയും കണ്ടിട്ട് പോകാം എന്ന് സെലീം അവരോട് പറയുന്നു. ഹേയ് സാർ, അത് വേണോ?
ഇപ്പൊ നടന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടതല്ലേ, നമുക്ക് നേരെ ഹോട്ട് കിണ്ടത്തിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയാണ് ലൂണറ്റ്സ്. ഹേയ്, അതൊന്നും ഇപ്പൊ വലിയ പ്രശ്നമല്ല, ഞാൻ വളരെ സേഫ് അല്ലേ, എങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണ് സെലീം. സോ സെലീമിന്റെ നിർബന്ധപ്രകാരം അവരിപ്പോ ആ ചർച്ചിലോട്ട് പോകുന്നു. അവിടെ വെച്ച് ആ വലിയ ഡീമന്റെ സ്കെലിട്ടണും അവർ കാണുന്നുണ്ട്. അങ്ങനെ ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്നിറങ്ങുന്ന അവർ നേരെ കാണുന്നത് സിസ്റ്റർ ലില്ലിനെയാണ്. യൂനോയെ കണ്ടതും സിസ്റ്റർ ലില്ലിക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. ഹേ യൂനോ, നീയോ? നീ ഇങ്ങോട്ട് ഇപ്പൊ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ ആളാകെ മാറിപ്പോയല്ലോടാ, മുഖമൊക്കെ ആകെ അങ്ങി മാറി വലിയ ആളായ പോലെയുണ്ട്. ആണോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. 2 മാസം കൊണ്ട് എന്ത് മാറ്റം സംഭവിക്കാനാ എന്ന് ചോദിക്കാണ് യൂനോ. ഇല്ല, എന്തോ ഒരു മാറ്റമുണ്ട്. ശരി, പെട്ടെന്ന് എന്താ ഇതുവഴിയൊക്കെ വരാൻ കാരണം എന്ന് സിസ്റ്റർ ലില്ലി ചോദിക്കുന്നു. ഞങ്ങളൊരു മിഷന്റെ ഭാഗമായിട്ട് ഇതുവഴി പോയപ്പോ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ പോണം. സോ അവിടെ വന്നവരുമായിട്ട് സിസ്റ്റർ ലില്ലി പരിചയപ്പെടുന്നു. എന്റെ പേര് ക്ലോസ് ലൂണറ്റ്സ്, ഗോൾഡൻ ടൗണിന്റെ ന്യൂ കമേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടർ ആണ്. ഓ ക്ലാസ്, എനിക്കറിയാം, യൂനോ എഴുതിയ കത്തിൽ നിങ്ങളുടെ പേര് ഉണ്ടായിരുന്നു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട് എന്ന് പറയുവാണ് സിസ്റ്റർ ലില്ലി. ഓ, നീ എന്നെ പറ്റി എന്താ എഴുതിയിരുന്നേ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. ഇത് കേട്ട് യൂനോ അങ്ങ് തിരിഞ്ഞു നിൽക്കുന്നു. ഹായ്, ഞാൻ മിമോസ. ഈ സ്ക്വാഡിൽ ഞാൻ യൂനോയുടെ കൂടെ ഇപ്പോഴാണ് ചേർന്നത്. ആ മിമോസ, എനിക്കറിയാം, നിന്നെ പറ്റിയും അവൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓ, എന്നെ പറ്റി നീ എന്താ എഴുതിയ യൂനോ എന്ന് ചോദിക്കുകയാണ് മിമോസ. എന്ന് അത് കേട്ടിട്ടും അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. ഹായ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ സലീം. ഞാൻ നോബൽ കോൺഗ്രസ്മാൻ ഹാപ്ഷാസിന്റെ പയ്യനാണ്. ഹാപ്ഷാസ് കുടുംബത്തിലെ ഒരു മെമ്പർ കൂടെയാണ്. സത്യം പറയാലോ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് സലീം അവരുടെ അടുത്ത് പോയി പറയുന്നു. എന്നിട്ട് കേട്ട് ടെൻഷനായ സിസ്റ്റർ ലില്ലി അവനെ ഒറ്റയാടി അങ്ങ് അടിക്കുന്നു. തെറിച്ചു പോയ വീണ സലീം, അയ്യോ എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. സോ അറിയാതെ അടിച്ചതാണെന്ന് പറഞ്ഞ് സിസ്റ്റർ ലില്ലിയും ക്ഷമ ചോദിക്കുന്നു. ഇതേ സമയമാണ് ഫാദറും മറ്റു കുട്ടികളും യൂനോ എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് ഓടി വരുന്നത്. യൂനോക്ക് നേരെയാണ് ഫാദർ ഓടി വരുന്നതെന്ന് മനസ്സിലാക്കി യൂനോ ചെറുതായിട്ടൊന്നും മാറി നിൽക്കുന്നു. ഹേ യൂനോ, നീ ഇപ്പൊ വരുമോന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഈ ഡ്രസ് കൊള്ളാവല്ലോ, ഇത് ഗോൾഡൻ ടൗണിന്റെ റോബല്ലേ? അല്ല, ആസ്ത എവിടെ? അവൻ നിന്റെ കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടികൾ. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് സിസ്റ്റർ ലില്ലി. ഹേ ഇല്ല എന്ന് യൂനോയും പറയുന്നു. ഇതേ സമയം നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ഫാദർ. ഹേ ഇല്ല, ഞങ്ങളൊരു മിഷന്റെ ഭാഗമായിട്ട് വന്നതാ, ഇപ്പൊ തന്നെ പോണം എന്ന് ലൂണറ്റ്സും പറയുന്നു. ഹേ കുഴപ്പമൊന്നുമില്ല, നേരത്തെ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ, ഇവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് അവരോട് പറയുവാണ് സെലീം. സോ ഇത് കേട്ടതും ഫാദറും കുട്ടികളും അവരെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഹേയ്, ഇങ്ങനെയൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വളരെ ചെറുതായിട്ട് വളരെ ക്യൂട്ടായിട്ടുണ്ട്, കുട്ടികളൊക്കെ കളിക്കുന്ന വീട് പോലെയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പോവാണ് മിമോസ. ഓ, ഇതുപോലൊരു ചർച്ചില് എങ്ങനെയാ സമയം ചെലവഴിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ലൂണറ്റ്സും അതിനകത്തോട്ട് പോകുന്നു.